ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ 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 നാരായണായ നമോ. നമസ്തേ. ശ്രീ അധ്യാത്മരാമായണം നിത്യപാരായണത്തിന്റെ ഭാഗമായിട്ടുള്ള 23-ാമത്തെ ഭാഗം വായിക്കാൻ തുടങ്ങുകയാണ്. അഹല്യാമോക്ഷത്തെക്കുറിച്ചാണ് ഇപ്പോൾ നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ ചെയ്തുപോയ മഹാ അപരാധത്തിനു പ്രായശ്ചിത്തമായി ഗൗതമൻ വിധിച്ച ദുർധര മഹാവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് യാതൊരുവിധ ജീവജാലങ്ങളുടെയും സാന്നിധ്യമില്ലാതെ ഏകാന്തതയിൽ ആശ്രമത്തിൽ തപസ്സനുഷ്ഠിക്കുകയാണ്. തന്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി ശ്രീരാമലക്ഷ്മണന്മാരെയും കൂട്ടി വിശ്വാമിത്രൻ തന്റെ ആശ്രമത്തിലേക്ക് പോകുന്ന മാർഗത്തിൽ ഗൗതമാശ്രമത്തിൽ എത്തുകയും ആശ്രമത്തിൽ തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന അഹല്യയെക്കുറിച്ച് ശ്രീരാമദേവനോട് പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. തുടർന്ന് വായിക്കാം. നിന്തിരു മലരടിച്ചന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താനമേ ചിന്താമണി. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദിനിയായ ഗൗതമപത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ. ഗാദിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയും പിടിച്ചുടജാങ്കണം ബുക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകുന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മല്ലേ വെച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സത്പതി ജഗത്പതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ. ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസ്സോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവാസാംബുജദളസന്നിഭ നേത്രത്തോടും വാസവ നീലമണി സങ്കാശഗാത്രത്തോടും വാസവാദ്യമരൗകവന്ദിത പാദത്തോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും തന്നെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോട് മുന്നമുര ചെയ്തതു മോർത്താളപ്പോൾ. നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാമനോഹരൻ ഇത്തമാത്മനി ചിന്തിച്ചുത്ഥാനം ചെയ്തു ഭക്ത്യാ സത്വരമർഘ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായോരനാദ്യസ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ദിമഗ്നയായി സ്തുതി ചെയ്താൾ. അഹല്യാസ്തുതി. ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലം അത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്ന പാംശുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു
ഭവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപകാലമാരാധിച്ചാലും. ചിത്രമത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിച്ചിടുന്ന ദേവം ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യൻ അജലനല്ലോ ഭവാൻ. ത്വൽപാദാംബുജപാംസു പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ ബിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദ സ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽക്കുണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. ഇനി നമുക്ക് ഇത്രയും വായിച്ചതിൻ്റെ സാമാന്യമായ അർത്ഥങ്ങൾ എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം. നിൻ തിരുമലരടിച്ചന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷസന്താനമേ ചിന്താമണേ. താമര ഇതൾ പോലെ നിർമ്മലവും മൃദുവുമായ അങ്ങയുടെ പാദപാംശുക്കളേൽക്കാനുള്ള യോഗം എന്നാണ് ലഭിക്കുക എന്ന് ചിന്തിച്ച് അഹല്യ ഇവിടെ വസിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷസന്താനമേ, ജനങ്ങളുടെ സർവാഭീഷ്ടങ്ങളും നിറവേറ്റി അവരെ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വംശമാണ് രഘുവംശം. ആ രഘുവംശത്തിലെ സന്താനമേ ചിന്താമണി, അമൂല്യമായ രത്നമാണെന്ന്. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന അഹല്യയെ ആർക്കും തന്നെ കാണാൻ സാധ്യമല്ല. കാരണം യാതൊരു ജീവജാലങ്ങളുമില്ലാതെ ഇവിടെ വസിക്കുക എന്നാണ് ഗൗതമൻ വിധിച്ചിട്ടുള്ളത്. ആ ഏകാന്തതയിൽ കഴിയുന്ന ശിലാരൂപം ധരിച്ചിരിക്കുന്ന, അതല്ലെങ്കിൽ ഒരു ശില പോലെ യാതൊരുവിധ ബാഹ്യമായ പ്രകമ്പനങ്ങളും ഏൽക്കാതെ, ബാഹ്യമായ യാതൊരുവിധ സ്പന്ദനങ്ങളും ശ്രദ്ധിക്കാതെ തന്നിലേക്ക് തന്നെ, തൻ്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തിലേക്ക് ഏകീകരിച്ചുകൊണ്ട് തപസ്സോടിരിക്കുന്ന അഹല്യയെ ഉടനെ അനുഗ്രഹിക്കണം എന്നാണ് വിശ്വാമിത്രൻ ശ്രീരാമ ഭഗവാനോട് പറയുന്നത്. ബ്രഹ്മനന്ദിനിയായ ഗൗതമ പത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം ഇന്നു തന്നെ. ബ്രഹ്മാവിന്റെ പുത്രിയായ അഹല്യയുടെ ഘോരമായ പാപം പാടെ തീരുന്നതിനായി നിന്റെ പവിത്രമായ പാദങ്ങൾ കൊണ്ട് കഴുകപ്പെടണം. നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ ഈ പാദസ്പർശനങ്ങളിലൂടെ അഹല്യാദേവി നിർമ്മലയായിത്തീരും, പാപമുക്തയായിത്തീരും. കഴിഞ്ഞ പല ഭാഗങ്ങളിലും പറഞ്ഞതുപോലെ ഈശ്വരീയ ആരാധനാക്രമങ്ങളിൽ വളരെയധികം മഹത്വമേറിയ ആരാധനാരീതിയാണ് പാദാർപ്പണം. ഏറ്റവും ഉയർന്ന ആരാധനാരീതിയാണ് പാദപൂജ. സർവ അനുഗ്രഹങ്ങളും ഈശ്വര പാദങ്ങളിലാണ് നിലകൊള്ളുന്നത്. പാദങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നതോടുകൂടെ നാം നമ്മെ തന്നെ ഈശ്വരനായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത്രയും പരിപാവനമായ മഹത്വമേറിയ പാദങ്ങളാണ് ഇവിടെ അഹല്യയ്ക്ക് അനുഗ്രഹമായി തീരുന്നത്. ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചു ഉടജാങ്കണം പുക്കാൻ. ഇത്രയും പറഞ്ഞ് ഗാധിയുടെ പുത്രനായ വിശ്വാമിത്രൻ ശ്രീരാമദേവന്റെ പവിത്രമായ തൃക്കൈയും പിടിച്ച് ആശ്രമത്തിനകത്തേക്ക് കയറി. ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ദുർധര മഹാവ്രതം അനുഷ്ഠിച്ച് തപസ്സിലിരിക്കുന്ന അഹല്യയെ വിശ്വാമിത്രൻ ശ്രീരാമദേവന് കാണിച്ചു കൊടുത്തു. ശ്രീപാദാംബുജം മെല്ലെ വെച്ചിതു രാമദേവൻ, ശ്രീപതി രഘുപതി സത്പതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞ ആമോദം പൂണ്ടു നാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. ശ്രീപതിയായ ലക്ഷ്മീപതിയായ രഘുപതിയായ രഘുവംശ തിലകമായ സത്പതിയായ സജ്ജനങ്ങളുടെ നാഥനായ ജഗൽപതിയായ ജഗത് രക്ഷകനായ ശ്രീരാമദേവൻ തൻ്റെ പവിത്രമായ പാദാംബുജം ശിലാരൂപത്തിൽ സ്പർശിച്ച് പറഞ്ഞു, ഞാൻ രാമനാകുന്നു. ശ്രീരാമൻ വളരെ ആനന്ദത്തോടുകൂടിയാണ് രാമോഹം എന്ന് പറഞ്ഞത്. അതുമാത്രമല്ല, രാമോഹം എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് മുനിപത്നിയെ വളരെ ആദരവോടുകൂടി വണങ്ങി. തപസ്സിന്റെ പ്രത്യേകതയാണത്. ഘോരമായ തപസ്സിന് മുന്നിൽ ഭഗവാൻ പോലും നമിച്ചു നിൽക്കുന്നു. ബ്രഹ്മപുത്രിയായ അഹല്യ തപസ്വിനിയാണ്. മായാലോകത്തിന്റെ അദമ്യമായ ചിന്തകളിൽപ്പെട്ട് അപരാധം ചെയ്തുപോയി. ഘോരമായ തപസ്സിലൂടെ
താൻ ചെയ്ത പാപത്തിൽ നിന്നും മുക്തിയായപ്പോൾ ഭഗവാൻ തന്നെ അഹല്യയുടെ മുന്നിൽ വന്ന് നമിച്ചു നിൽക്കുകയാണ്. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. തന്റെ മുന്നിൽ ഭഗവത് സ്വരൂപം നിൽക്കുന്നത് കണ്ട് അഹല്യയ്ക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര ആനന്ദമുണ്ടായി. അഹല്യ ദർശിച്ച ഭഗവത് സ്വരൂപത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും വിശ്വാമിത്ര മഹർഷിയോടും സഹോദരനായ ലക്ഷ്മണനോടും കൂടെ താപനാശനകരനായൊരു ദേവൻ തന്നെ ദുഃഖിതർക്ക് ആശ്രയനായ ദേവനെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും മഞ്ഞപ്പട്ടുടുത്ത് ചാപബാണങ്ങൾ പിടിച്ച് ശ്രീവത്സ വക്ഷസ്സോടും സുസ്മിത വക്ത്രത്തോടും ശ്രീവത്സം ശോഭിക്കുന്ന മാറോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീവാസാംബുജദള സന്നിഭ നേത്രത്തോടും ലക്ഷ്മി അധിവസിക്കുന്ന താമര ഇതൾ പോലെയുള്ള ശോഭിക്കുന്ന നേത്രങ്ങളോടും വാസവ നീലമണി സങ്കാശഗാത്രത്തോടും ശോഭിക്കുന്ന നീലരത്നപ്രഭയോടുകൂടിയ ശരീരത്തോടും വാസവാദി അമരൗഘ വന്ദിതപാദത്തോടും വാസവർ അഷ്ടവസുക്കൾ മുതലായ സർവദേവ സമൂഹങ്ങളാലും ആരാധിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയ 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിറഞ്ഞ കാന്തിയോടുകൂടിയ ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും. ഭക്തവത്സലനായ ഭഗവാനെ അഹല്യ കണ്ടു. തന്നെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോടു മുന്നം ഉര ചെയ്തതും ഓർത്താളപ്പോൾ. തന്റെ ഭർത്താവായ ഗൗതമൻ തന്നോട് പറഞ്ഞ കാര്യം അഹല്യ അപ്പോൾ ഓർത്തു. നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാ മനോഹരൻ ഇത്തമാത്മനെ ചിന്തിച്ചു ഉത്ഥാനം ചെയ്തു. ഈ കാണാവുന്നത് ഭഗവാൻ നാരായണൻ തന്നെയാണ് എന്ന് മനസ്സിലുറച്ച് ഭക്ത്യാ സത്വരം അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചിടിനാൾ. വളരെ ഭക്തിയോടുകൂടി പാദ്യാദികൾ നൽകി പൂജിച്ചു. അർഘ്യപാദ്യാദികൾ കൊണ്ട് പൂജിക്കുക എന്നത് ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. വീട്ടിലേക്ക് കയറി വരുന്ന അതിഥിയെ കാൽ കഴുകാൻ ജലം കൊടുത്തും കുടിക്കാനുള്ള ജലം കൊടുത്തും തൃപ്തിപ്പെടുത്തുന്ന ഒരു രീതി ഭാരത സംസ്കാരത്തിലുള്ള ആതിഥ്യ മര്യാദയാണ്. ഇന്ന് നമുക്ക് അത്തരം ഒരു ആചരണം കാണാനേ കഴിയുന്നില്ല. ഒരു പുരാണ വിഷയം മാത്രമായി തീർന്നിരിക്കുകയാണ്. സന്തോഷാശ്രുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ഭഗവാനെ നേരിട്ട് ദർശിച്ച ആനന്ദത്തിൽ അഹല്യ ഭഗവാന്റെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. ചിത്തകാമ്പിങ്കൽ ഏറ്റവും വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും ചിത്തത്തിൽ വളരെയധികം ഭക്തിയോടുകൂടി എഴുന്നേറ്റ് കൈകൾ കൂപ്പി വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും ഈശ്വര ദർശനത്തിൽ പുളകിതമായ ശരീരത്തോടുകൂടി വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദ വർണ്ണത്തോടും നിറഞ്ഞൊഴുകുന്ന ആനന്ദത്തിൽ ഗദ്ഗദമായ വാക്കുകളോടുകൂടി അദ്വയനായൊരു അനാദ്യസ്വരൂപനെ കണ്ടു സദ്യോജാനന്ദാബ്ദിമഗ്നയായി സ്തുതി ചെയ്താൾ. ആദ്യസ്വരൂപനായ അദ്വയനെ കണ്ട് പെട്ടെന്നുണ്ടായ ആനന്ദ മഹാസമുദ്രത്തിൽ നിമഗ്നയായി അഹല്യ ഭഗവാനെ സ്തുതിച്ചു. ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം. ഭഗവാനെ അങ്ങയെ ദർശിക്കാനായതിനാൽ എന്റെ ജന്മവും എന്റെ തപസ്സും കൃതാർത്ഥമായിരിക്കയാണ്. അതുമാത്രമല്ല, പത്മജ രുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്ന പാംശുലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവത് പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ ബഹുകൽപ്പം ആരാധിച്ചാലും. എത്രയോ യുഗങ്ങൾ ആരാധിച്ചാൽ പോലും ശ്രീ മഹാലക്ഷ്മിയും മഹാദേവനും ആഗ്രഹിക്കുന്ന ആ പാദപാംശുക്കൾ ഏൽക്കാൻ ആർക്കാണ് സാധ്യമാവുക? ആ മഹതായ അനുഭവം എനിക്ക് ലഭിച്ചിരിക്കുകയല്ലേ ഭഗവാനെ. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ, മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം. ജഗൽപദേ, അങ്ങയുടെ ലീലാവിലാസങ്ങൾ വളരെ അത്ഭുതം തന്നെയാണ്. അവിടുന്ന് മനുഷ്യരൂപമെടുത്ത് അങ്ങ് മനുഷ്യാവതാരമെടുത്ത് മോഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.
ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേക ശൂന്യൻ അചലനല്ലോ ഭവാൻ. അവിടുന്ന് അതിമായികനാണ്. ഭഗവാന്റെ ലീലാവിലാസങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവാൻ തന്റെ ലീലാവിലാസങ്ങൾ കൊണ്ട് തന്റെ തന്നെ മായാദേവിയിലൂടെ ലോകത്തെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവീ മഹാത്മ്യത്തിൽ പറയുന്നു, ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതീ ഹി സാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ജ്ഞാനികളെ പോലും ദേവി മായ കൊണ്ട് മോഹിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞതിനർത്ഥം. അങ്ങനെ മോഹിപ്പിക്കുന്ന ഭവാൻ ആനന്ദമയനാണ്, പരിപൂർണനാണ്, ന്യൂനാതിരേക ശൂന്യനാണ്, കൂടുതലെന്നോ കുറവെന്നോ ഇല്ല, അചലനാണ്, യാതൊരു മിളക്കവുമില്ലാതെ പ്രപഞ്ച ചൈതന്യത്തിൽ സ്ഥിരമായി നിലകൊള്ളുന്നു. ത്വൽ പാദാംബുജ പാംസു പവിത്രാ ഭാഗീരഥി. ഗംഗാനദി പോലും അങ്ങയുടെ പാദപാംസുക്കളാലാണ് പവിത്രീകരിക്കപ്പെടുന്നത്. സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ. സർപ്പഭൂഷണനായ മഹാദേവൻ പോലും പ്രപഞ്ച സൃഷ്ടികർത്താവായ വിരിഞ്ചൻ ബ്രഹ്മാവ് പോലും അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ് പവിത്രീകരിക്കപ്പെടുന്നത്. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വത്പാദസ്പർശമിപ്പോൾ. ആ ഒരു പാദസ്പർശത്തിന്റെ പവിത്രമായ ധൂളികൾ എനിക്കിപ്പോൾ അനുഭവവേദ്യമായിരിക്കുകയാണ്. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തത്കുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ പണ്ട് എന്ത് പുണ്യമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങയുടെ പാദപാംസുക്കളേൽക്കാൻ വളരെയധികം ആഗ്രഹിച്ചു തപസ്സനുഷ്ഠിക്കുന്നവർക്ക് പോലും ലഭിക്കാത്ത അനുഭവമാണ് അങ്ങ് എനിക്ക് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്നത്. ഭഗവത് ദർശനം എന്നാൽ ഒരു ജന്മത്തിന്റെ മാത്രം അനുഭവ ഫലമല്ല, ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള നിയോഗമാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന പരമമായ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്. മറ്റൊരു മന്ത്രങ്ങൾക്കും സിദ്ധിച്ചിട്ടില്ലാത്ത പവിത്രീകരണ ശക്തിയാണ് രാമമന്ത്രത്തിനുള്ളത്. രാമമന്ത്രത്തിന്റെ മഹത്വം കണ്ടാണ് രത്നാകരൻ എന്ന ഒരു കാട്ടാളൻ വാൽമീകി എന്ന ആദികവിയിലേക്ക് ഉയർന്നു വന്നത്. അഹല്യയ്ക്ക് തന്റെ ജീവിതത്തിലെ പാപകർമ്മങ്ങളുടെ പ്രാരബ്ധങ്ങൾ കഴുകിക്കളഞ്ഞ് വീണ്ടും പവിത്രീകരിക്കപ്പെട്ട ഒരു ആശ്രമ ജീവിതത്തിലേക്ക് അഹല്യയെ എത്തിക്കുന്നതും രാമമന്ത്രത്തിന്റെ മഹത്വമാണ്. രാമമന്ത്രം ജപിക്കുന്ന വീടുകളിൽ പാപദോഷങ്ങളെല്ലാം അകറ്റപ്പെടും. രാമപാദസ്മരണയിൽ പുതിയ ജീവിതം സമ്പന്നമാകും. നാം അറിയാതെയോ അറിഞ്ഞോ ചെയ്തുപോയ എല്ലാ കർമ്മദോഷങ്ങളും ആ പാദങ്ങളിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ജീവിതം തന്നെ പരിശുദ്ധമായി ഭവിക്കുന്നു. ജീവിതം കൂടുതൽ സന്തോഷജനകമാവുന്നു. ആ ഒരു രാമമന്ത്രത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നിത്യവും നിറഞ്ഞ ഭക്തിയോടെ രാമായണം നിത്യപാരായണം തുടരുക എന്ന ഒരു നിർദ്ദേശത്തോടെ ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.